കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഈ പുതിയ കാലത്തെ ബിസിനസ് തന്ത്രങ്ങളിലേക്കൊരു യാത്രയാണ്. BNI എന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് തുടക്കം. ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇൻ്റർനാഷണൽ, അതിന് കൂടെ ഇൻ്റർനാഷണൽ എന്നുകൂടിയുണ്ട്. അമേരിക്കയിലാണ് തുടക്കം. ഫ്രാൻസ് വഴി ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സംഘടന. നമ്മുടെ ഒരു കാഴ്ചപ്പാട്, പഴയ കാലത്ത് വ്യാപാരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും ആളുകൾ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന ഒരു കാലമായിരുന്നു വ്യാപാരത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട്, കോൺസെപ്റ്റ്. അത് മാറി പുതിയ കാലത്ത് ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെ കച്ചവടം ചെയ്യാം. അതിനെ വല്ലാതെ കഷ്ടപ്പെട്ട്, ശാരീരികമായി കഷ്ടപ്പെട്ട്, മാനസികമായ അസ്വസ്ഥതകളിലൂടെ കടന്നുപോയി ഏൺ ചെയ്യേണ്ട ഒന്നല്ല ബിസിനസ്. സ്വസ്ഥമായി, ശാന്തമായി, സമാധാനത്തോടെ ഏറ്റവും നല്ല ജീവിതം ആസ്വദിച്ചുകൊണ്ട് എങ്ങനെ കച്ചവടം ചെയ്യാം, അതാണ് BNI വിഭാവനം ചെയ്യുന്നത്. അത് 40 വർഷം മുമ്പ് അമേരിക്കയിൽ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ അത് വന്നിട്ട് 20 വർഷം, കേരളത്തിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് പിന്നിടുകയാണ്. മെല്ലെ മെല്ലെ അത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വേര് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് മാതാപിതാക്കളുടെ ഒരു ലക്ഷ്യം മക്കളെ നന്നായി പഠിപ്പിക്കുക, നല്ല മാർക്ക് വാങ്ങുക, എന്നിട്ട് ഒരു നല്ല ജോലി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലുത് സിവിൽ സർവീസാണ് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലുത്. പക്ഷേ അതിന് സ്വപ്നങ്ങൾ കാണുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ നല്ലൊരു വ്യവസായിക്ക്, വ്യാപാരിക്ക് അവൻ്റെ സ്വപ്നങ്ങൾക്ക് പരിധിയില്ല, പരിമിതികളില്ല. ലോകത്തോളം അവന് വളരാം. അങ്ങനെ മാതൃക കാണിച്ച ഒത്തിരി മനുഷ്യർ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ബിസിനസ് ലോകത്തേക്കാണ്. നിങ്ങൾക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ വരെ കുട്ടികൾ പോയി പഠിക്കുന്നത് കൂടുതലും MBA ആണ്. BCom എടുക്കുന്നു, MBAക്ക് പോകുന്നു. അങ്ങനെ പുതിയൊരു തന്ത്രം കുട്ടികളിൽ, അവരിൽ പുതിയ ബിസിനസ് തന്ത്രങ്ങളിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ഒരു സംഘടനയിലേക്കുള്ള യാത്രയാണ് നേർരേഖ ഈ എപ്പിസോഡിൽ നടത്തുന്നത്. 3 പ്രമുഖരായ ഈ രംഗത്ത് BNIയുടെ നെടും തൂണുകളായി പ്രവർത്തിക്കുന്ന 3 പേർ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതിലൊരാൾ ഡോക്ടർ AM ഷെരീഫാണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഷിജു ചെമ്പ്ര. പിന്നെ നമുക്കെല്ലാം സുപരിചിതനായ കണ്ണൂരിൻ്റെ ഇമേജ് മൊബൈൽസിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ അംഗവുമായ മുഹമ്മദ് നൂറാണ്. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ തുടക്കം AM ഷെരീഫിൽ നിന്ന്, എന്താണ് BNI? നിങ്ങൾ തുടങ്ങി വെച്ചത് തന്നെയാണ്. അതായത് വേർക്കാതെ സ്മാർട്ടായി എന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം കാലഘട്ടത്തിനനുസരിച്ച്, മാറ്റത്തിനനുസരിച്ച് എന്ത് മാറ്റമാണ് ഒരുത്തൻ വരുത്തേണ്ടത്, ഏത് രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്. ടെക്നോളജി പഠിപ്പിക്കുന്നുണ്ട്, സ്കില്ല് പഠിപ്പിക്കുന്നുണ്ട്, പേഴ്സണാലിറ്റി പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നാളുകളിൽ എങ്ങോട്ടാണ് ബിസിനസ് അതും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് കണ്ണൂർ നിന്നുകൊണ്ട് ലോക നിലവാരത്തിലേക്ക് സർവീസും പ്രോഡക്റ്റും എത്തിക്കാനുള്ള കൊടുക്കേണ്ടത് എങ്ങനെയാണോ, ആ മാർക്കറ്റ് എന്താണോ, ആ ഗ്ലോബൽ എന്താണോ, അപ്പോൾ ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നിന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം എന്ത് ചാലഞ്ച് വന്നാലും, ഏത് ചാലഞ്ച് വന്നാലും അതവനക്ക് ഫേസ് ചെയ്യാൻ പറ്റും വളരെ റിലാക്സ് ചെയ്തുകൊണ്ട്. കാരണം ഒരു ടീം ഓഫ് ആൾക്കാരാണ് അവൻ്റെ കൂടെ ഉള്ളത്. മെൻറ്ററിങ് ഉണ്ട്, ഗൈഡ് ഉണ്ട്, ട്രെയിനിങ് സെഷനും ഉണ്ട്. ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് എത്താനുള്ള ഒരു ഗൈഡാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം മറ്റെന്തറിയോ, സാധാരണ ഒരു കച്ചവടക്കാരൻ തുടങ്ങി വെച്ചാൽ അവന് ഹെൽപ്പ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ല. അവൻ സ്വയം പഠിക്കണം. അവനക്ക് പഠിക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. നിങ്ങളെ പ്രോഡക്റ്റും സർവീസിനെ ഗ്ലോബൽ ലെവലിൽ കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് BNI ചെയ്യുന്നത്. നമുക്ക് തിരിച്ചു വരാം. ഷിജു ചെമ്പ്ര, എന്തുകൊണ്ട്, എങ്ങനെ? നമ്മളിപ്പം റോട്ടറി, ലയൺസ്, ജൂനിയർ ചേംബർ, വൈസ്മെൻ തുടങ്ങിയ ഇൻ്റർനാഷണൽ സംഘടനകളൊക്കെ ലോകത്ത് വളരെ സജീവമാണ്. എനിക്ക് തോന്നുന്ന റോട്ടറിക്ക് ഏറ്റവും വലിയ ലക്ഷങ്ങൾ കൊടുത്താലേ മെമ്പർഷിപ്പ് കിട്ടുന്ന ലയൺസ് ക്ലബ്ബും റോട്ടറി ക്ലബ്ബും ഉള്ള നാടാണ് നമ്മുടേത്. ലക്ഷങ്ങൾ കൊടുക്കണം ഒരു മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ. ആ ലെവലിലുള്ള സംഘടനകളുള്ള ഇന്നത്തെ കാലത്ത് BNIയുടെ പ്രസക്തി എന്തുകൊണ്ട് താങ്കൾ അതിനകത്ത് വരുന്നു?
അപ്പോൾ നമുക്ക് പറയുന്ന സമയത്ത് ഈ പറയുന്ന സംഘടനകളെല്ലാം തന്നെ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് നല്ല സർവീസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർക്കൊന്ന് അതൊരു നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലൊരു ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ BNA സംബന്ധിച്ചോളം അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അത് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ആണ്, പക്ക ബിസിനസ്സാണ്. അപ്പോൾ ഇതിനകത്ത് ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെയുള്ള അംഗങ്ങൾക്കുമുള്ളൊരു സമയത്ത് അവർ ബിസിനസ് ചെയ്യുമ്പം അവർ ആദ്യം കാണുന്നത് കോമ്പറ്റീഷൻ. ഇപ്പോൾ നല്ലൊരു ബിസിനസ് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ആ ബിസിനസ് തന്നെ ഉടനെ തുടങ്ങും. BNA വരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഒരു ക്ലസ്റ്ററിൽ പറയുന്ന സമയത്ത് ഒരു ബിസിനസ്സിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ 25, 35, 50, 100 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു സേഫ്റ്റി നെറ്റാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബിസിനസ്സുകാരനെ നോക്കുന്ന സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്യുന്ന, അവൻ്റെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, അവൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 10-40 അംഗങ്ങൾ കൂടെ എപ്പോഴും അയാളുടെ കൂടെ വരുന്നുണ്ട്. ഇത് വേറൊരു ഓർഗനൈസേഷനിലും ഇല്ല. ഒരു ചെറിയ ചോദ്യം, ഇത് പറഞ്ഞു വരുമ്പോൾ ആളുടെ മനസ്സിൽ ചോദ്യം ഈ MLM-ഉം നെറ്റ് മാർക്കറ്റിംഗും വ്യാപകമാണ്. താങ്കൾ ഈ പറയുന്ന ഒരു ആംഗിളിൽ കേൾക്കുമ്പോൾ ഇതൊരു MLM ലൈനാണ്. കാരണം എന്താ വെച്ചാൽ കണക്ട് ചെയ്ത് പോവാം. ഈ MLM-ഉം നെറ്റ് നിങ്ങളുടെ മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണക്കാരും നമ്മൾ ഇരിക്കും, നമ്മൾ ഒരാളെ ഉള്ളൂ, അങ്ങോട്ട് കണക്ട് കേൾക്കുന്ന പോയി. ഇതെന്താ നെറ്റ്? വളരെ നല്ല ചോദ്യം. ആദ്യമേ പറയുന്നതാണ് നമ്മൾ BNA എന്ന് പറഞ്ഞ ബിസിനസ് ഈ നെറ്റ്വർക്ക് പ്യൂർ നെറ്റ്വർക്കാണ്. ഇവിടെ ഒരു കാര്യം അല്ല, ഇവിടെ പ്യൂർ എന്ന് പറയുന്നത് മറ്റെല്ലാം നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മീഷനോ കിക്ക് ബാക്സോ ഒന്നുമില്ല. മറ്റതിലൊക്കെ കുറേ ആൾക്കാരെ നിങ്ങൾ ചേർത്ത് ഈ ഗ്രൂപ്പായിട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നവാസ് സാർ വരികയാണെങ്കിൽ നവാസ് സാറിൻ്റെ ബിസിനസ്സിനെയാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് ബിസിനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് മെമ്പേഴ്സ് തമ്മിൽ ഒരു കമ്മീഷനും കൊടുക്കാൻ പാടില്ല, ഒരു കമ്മീഷനോ കിക്ക് ബാക്സോ അവിടെ ഇല്ല. അപ്പം നവാസ് സാറിന് ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കസ്റ്റമേഴ്സ്, എൻ്റെ ക്ലയൻസ്, എൻ്റെ ഫാമിലി, എൻ്റെ ബന്ധങ്ങൾ കൊണ്ട് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇതൊരു നല്ലൊരു നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പ്, ഒരു ക്ലസ്റ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഇതൊരു സേഫ്റ്റി നെറ്റാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം. അപ്പം ഞാനിവിടെ ബിസിനസ് ചെയ്യുമ്പം നവാസ് സാറിൻ്റെ കോമ്പറ്റീറ്റർ അല്ല, ഞാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും എന്നെ കൂടുതൽ സഹായിക്കാനുമുള്ള ഒരാളാണ്. അപ്പൊ നവാസ് സാറിനുമായിട്ട് ഞാൻ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ സഹായിക്കുന്നത് കൊണ്ട് ഈ സഹായിക്കുന്ന ആൾക്ക് നല്ല ബെനിഫിറ്റ് ആണല്ലോ. ഇന്നത്തെ കാലഘട്ടം എന്ന് കഴിഞ്ഞാൽ പഴയതുപോലെ കമ്മിറ്റ്മെൻറ്റുകളുടെ ഒരു കാലമല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നൊരു കൾച്ചർ ഇന്നത്തെ കാലത്തില്ല. യൂസ് ആൻഡ് ത്രോ എന്നൊരു കൾച്ചറിലൂടെയാണ് നമ്മൾ വളരുന്നത്. അതാണ് പക്ക ന്യൂ ജനറേഷനും അങ്ങനെ തന്നെയാണ്. എല്ലാം അങ്ങനെ ആയി കഴിഞ്ഞു. അങ്ങനെ ഒരു കാലത്ത് നിങ്ങൾ ഈ പറയുന്ന ഒരു കമ്മീഷനും ഇല്ലാതെ ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇവൻ എന്ത് ലാഭം എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ ഏറ്റവും വളരെ അത് നമ്മൾ BNAയുടെ വലിയൊരു കോർ വാല്യൂയാണ് ഗിവേഴ്സ് ഗെയിൻ. മറ്റുള്ള ഒരാളെ സഹായിക്കുന്ന സമയത്ത് കൂടുതൽ തിരിച്ചു കിട്ടുകയാണ് ചെയ്യുക. അതെ, ആ അജണ്ട കേൾക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നൂറുണ്ട്, ഇമേജ് മൊബൈൽസ് ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർക്ക് ബിസിനസ് കണക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ തമ്മിൽ ഒരു കമ്മീഷൻ ഒന്നുമില്ല. അദ്ദേഹത്തിന് ബിസിനസ് നടക്കുന്ന സമയത്ത് ഞാനും ഇത് തമ്മിൽ കോമ്പറ്റീഷനും ഇല്ല. അപ്പൊ അദ്ദേഹം നമ്മൾ ഒരുമിച്ച് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികം ബിസിനസ് അങ്ങനെ. ശരിയാണോ മുഹമ്മദ് നൂർ ഈ പറയുന്നതല്ല? താങ്കൾ ഇതിനകത്തൊരു അംഗമാണ്, ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് പറയണം. ഇതെല്ലാം നടക്കുന്നുണ്ടോ? ഇതെല്ലാം ശരിക്കും ഞാൻ BNAയിൽ 8 ചാപ്റ്ററിൽ മെമ്പറാണ്. 8 സ്ഥലത്ത് മെമ്പറാണ്. എത്ര സ്ഥലത്ത് മെമ്പർ ആകാം? എനിക്ക് പറ്റില്ല, പക്ഷെ എന്റെ പാർട്ട്നേഴ്സിന് നിങ്ങളുടെ സ്ഥാപനം 8 സ്ഥലത്ത് മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങളുടെ പാർട്ട്നേഴ്സ് പലരുമാണ് മെമ്പർമാർ. ഒരു സ്ഥലത്താണ് താങ്കൾ മെമ്പർ. എവിടെയാണ് മെമ്പർ? ഞാൻ കണ്ണൂരിലാണ്. എന്തുകൊണ്ട് കണ്ണൂർ തെരഞ്ഞെടുത്തു? നമുക്ക് കണ്ണൂർ പുതിയൊരു ഷോറൂം 4 വർഷം മുമ്പ് ഷോറൂം ഇട്ടപ്പോ. താങ്കളുടെ ആസ്ഥാനം എവിടെയാണ്? പെരിന്തൽമണ്ണ എടുക്കാതെ കണ്ണൂർ പെരിന്തൽമണ്ണയുണ്ട്. പെരിന്തൽമണ്ണ നമ്മൾ അന്നേ മെമ്പറാണ്. അത് നിങ്ങളുടെ വേറൊരു പാർട്ട്ണർ. അന്ന് താങ്കൾക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാൻ തോന്നിയില്ല? അല്ല, അന്ന് കോഴിക്കോട് നോക്കുന്ന ഒരാള് പെരിന്തൽമണ്ണ നോക്കുന്നത് വേറൊരു പാർട്ണറാണ്. അവൻ അവിടെ ജോയിൻ ചെയ്തു. ഞാൻ കണ്ണൂരാ നോക്കുന്നത്, ഞാൻ കണ്ണൂർ ജോയിൻ ചെയ്തു. അത്രേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിൽ എന്താ സംഗതി വെച്ചാൽ BNAക്ക് ഒരു പ്രൊഡക്റ്റ് ഇല്ല. BNAക്ക് ഒരു പ്രൊഡക്റ്റ് ഇല്ല, അവരുടെ ഒരു സംഘടന മാത്രമാണ്. അപ്പം ഞങ്ങൾ നമ്മൾ ബിസിനസ്സുകാർ നമ്മൾ BNAയിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അതായത് നമ്മൾ ജ്വല്ലറി ഉണ്ട്, മൊബൈൽസ് ഉണ്ട്, ടെക്സ്റ്റൈൽ ഉണ്ട്, പിന്നെ എൻജിനീയേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, ബിൽഡേഴ്സ് ഉണ്ട്. അപ്പം നമ്മളിത് കോമ്പറ്റീഷൻ ഇല്ലാന്ന് സാർ പറയാൻ കാരണം നമ്മൾ 50 പേരുള്ള ഒരു ഗ്രൂപ്പ് ആവും. 50 പേരാണ് ഒരു ഗ്രൂപ്പ്. 50 പേര്, 40 പേര്, 60 പേര്. മിനിമം എത്രയാണ്? 25 തുടങ്ങി
ഒരു 60 പേരാണ് ആവറേജ് വരിക ഉള്ളൊരു ഗ്രൂപ്പായിരിക്കും. ഈ ഒരു ഗ്രൂപ്പിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ ഉണ്ടാവും. മൊബൈൽ ചെയ്യുന്ന ഞാൻ മാത്രമേ ഉണ്ടാവൂ. മറ്റൊരാൾ ടെക്സ്റ്റൈൽ ആയിരിക്കും, മറ്റൊരാൾ ഗോൾഡ് ആയിരിക്കും, മറ്റൊരാൾ പച്ചക്കറി ആയിരിക്കും, മറ്റൊരാൾക്ക് ചിലപ്പോൾ വെൽഡിങ് ജോലിയായിരിക്കും. താഴെ തൊട്ടുള്ള സ്ഥാപനങ്ങൾ തൊട്ട് ഒരു സ്റ്റാഫുള്ള മെമ്പർ തൊട്ട് എനിക്ക് 65 സ്റ്റാഫുണ്ട് കണ്ണൂർ ബ്രാഞ്ചിൽ മാത്രം. ഞങ്ങൾ വരെ ഇതിനകത്തുണ്ട്. അപ്പം ഞങ്ങൾ പരസ്പരം ബിസിനസ് കൊടുക്കുകയാണ്. ടെക്സ്റ്റൈലിൽ അവരുടെ സ്റ്റാഫിനോ അവരുടെ ഫാമിലിക്കോ അവരുടെ ഫ്രണ്ട്സിനോ അവരുടെ ക്ലാസ്മേറ്റ്സിനോ കോളേജ് മേറ്റ്സിനോ ആർക്കെങ്കിലും ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ വേണമെങ്കിൽ അതിൽ സർവീസ് എനിക്ക് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ ഷോറൂമിലെ ഒരു ടീം മെമ്പർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒരു ടെക്സ്റ്റൈൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ബിസിനസ്. അല്ല, ഈ വഴി പോകുമ്പോൾ സാധാരണ ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടുകളൊക്കെ കിട്ടും. അവിടെയാണ് ഒരു ചോദ്യം. കാരണം എന്താ വെച്ചാൽ വേറെ കമ്മീഷൻ കാര്യമൊന്നുമില്ല എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ MRP തന്നെ വെച്ച് ഈ കസ്റ്റമർക്ക് കൊടുക്കുമോ, അവന് ഈ കിട്ടേണ്ട ബെനിഫിറ്റ്സ് കിട്ടുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇല്ല, കാരണം ഞങ്ങളിപ്പോൾ കണ്ണൂരിൽ ഏകദേശം 600 പുതിയ ചാപ്റ്റർ വരാൻ പോകുന്നുണ്ട്. അതടക്കം 650ഓളം മെമ്പറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട് പെരിന്തൽമണ്ണയാണ്. എൻ്റെ ചാപ്റ്ററിലുള്ളവരായിരിക്കും കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ളവർ. ഇപ്പം ഞാൻ ഈ കണ്ണൂരില്ലാത്തൊരു സമയത്ത് എൻ്റെ എൻ്റെ ഒരു കൊളീഗ് BNI മെമ്പറിൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ഷോറൂമിൽ കയറിയപ്പോൾ ഞാൻ വന്ന പോലെയാണ് അവർ കാണുന്നത്. അങ്ങനെയാണ് കാണുക. അപ്പോൾ എല്ലാ ഡിസ്കൗണ്ടും അവന് കിട്ടും. അല്ല, ആ സൗഹൃദവും ആ കണക്ഷനും ഉണ്ടാവും. അപ്പം ഡിസ്കൗണ്ട് അല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. അല്ല, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞങ്ങള് ഒരു പ്രൊഫഷണലാണ്. ആരെങ്കിലും പിടിച്ച് മെമ്പറാക്കൂല്ല, ആർക്കെങ്കിലും ബിസിനസ് കൊടുക്കൂല. മനസ്സിലായില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഡക്റ്റ് ആ സർവീസ് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു റെഫറലാണ് ഞാൻ തരുന്നത്. ഞാൻ നിങ്ങൾക്ക് പറയാണ് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ ഇമേജ് പോയി കഴിഞ്ഞാൽ ഫോൺ വാങ്ങിക്കും, നല്ല സർവീസും ഉണ്ടാവും, ഗ്യാരണ്ടിയുമാണ്. ഡിസ്കൗണ്ട് തരില്ല കേട്ടോ, ക്രെഡിറ്റ് തരില്ല കേട്ടോ എന്ന് ഞാൻ ആദ്യം നിങ്ങളടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ക്വാളിറ്റി വേണം. ഞാൻ ശ്രീ ഷെരീഫിനോടാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സ്ഥാപകൻ ആരാണ്, എന്താണ് ഇത്, ഇങ്ങനൊരു ആശയം ഉടലെടുത്തത് എവിടെ നിന്ന്, ഇപ്പോൾ ഇത് പടർന്നു പന്തലിച്ചിട്ടുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങളിലുണ്ട്? ഇത് 40 വർഷം മുമ്പ് ഐവൻ മൈസ്റ്റർ എന്നുള്ള വ്യക്തി കാലിഫോർണിയയിൽ വെച്ച് തുടക്കം കുറിച്ചതാണ്. അദ്ദേഹം കുറച്ച് സുഹൃത്തുക്കളായിട്ട് ഈ രീതിയിൽ ചായ കുടിച്ചിരുന്ന് സംസാരിക്കുമ്പം 4 പേര് എന്ത് ബിസിനസ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ എന്നെ സഹായിക്കാം എന്ന രീതിയിൽ ആ ഒരു ആശയം അത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വലുതായി പരസ്പരം സഹായിക്കും, സഹകരിക്കും. കാരണം ഇതിൽ വേറൊരു തത്വം എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് മറ്റവർക്ക് എങ്ങനെ ബിസിനസ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ബിസിനസ് ഞാൻ വളർക്കൂല, ഞാൻ പൊട്ടിപ്പോവും. കുറച്ച് കാലം എനിക്ക് കിട്ടും, പിന്നെ പൊട്ടിപ്പോവും. ഞാൻ എപ്പോഴും ഓർക്കുന്നത് നിങ്ങൾക്കെല്ലാം ബിസിനസ് തരാമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഷെരീഫ് ഡോക്ടർ കുറേ നാളായാലും ബിസിനസ് തരും, ഒന്ന് ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ എനിക്ക് ബിസിനസ് കൂടുതൽ കിട്ടുക ചെയ്യാം. ഈ രീതിയിൽ ഈ പ്രസ്ഥാനം വളർന്ന് കഴിഞ്ഞ 40 വർഷം കാലിഫോർണിയയിൽ തുടങ്ങി 76 കൺട്രീസിലുണ്ട്, അംഗങ്ങളുടെ ലോകത്ത് മുഴുവൻ. ഇന്ന് 3.5 ലക്ഷത്തിന്റെ മെമ്പേഴ്സ് ഉണ്ട്, അംഗങ്ങളുണ്ട്. ഇന്ത്യയിൽ 125 സിറ്റിയിലുണ്ട്. നിങ്ങളറിയോ, കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഫുൾ സ്റ്റേറ്റിലുണ്ട്. കേരളത്തിൽ മൊത്തം എത്ര മെമ്പേഴ്സ് ഉണ്ട്? 7300 മെമ്പേഴ്സ് ഉണ്ട്. ഇത്രയും സ്ഥലത്തായിട്ട് ഇത്രയും മെമ്പേഴ്സ് ഇപ്പം ഓൾറെഡി ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ മേഖലകളുണ്ട്? ഞാൻ പറയട്ടെ, ആർക്കൊക്കെ ഫയർ ഉള്ളിലുണ്ട്, എനിക്ക് ബിസിനസ് ചെയ്യണം, വിജയിക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം, ഞാൻ അങ്ങനെയുള്ളവർ ഏതൊരു വ്യക്തിക്കും BNL വരാം. മീൻ വിൽക്കുന്നവരുണ്ട്, ഹോം നേഴ്സിന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, 90 വർഷമായിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഭീമ ഉണ്ട്, എല്ലാ ജ്വല്ലേഴ്സ് ഉണ്ട്, എല്ലാ ഹോട്ടൽസും ഉണ്ട്, 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ സാധാരണക്കാരനെ തൊട്ട് ഏത് മുതലാളിക്കും ഇവിടെ വന്ന് ഇരുന്ന് ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരേപോലെ ഒരേ സമയത്ത് ഇരുന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനയാണ്. എന്താണെന്നറിയോ, മീൻ കച്ചവടക്കാരൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ആണ്. 15 വർഷമായിട്ട് അദ്ദേഹം മീൻ വിൽക്കുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകളായിട്ടായിരിക്കും ആ കോണ്ടാക്ട് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ മേഖലയിൽ ഉപയോഗപ്പെടുത്തും. അദ്ദേഹം എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് എന്റെ കോണ്ടാക്ട് എങ്ങനെയാണ് അദ്ദേഹം. ഷിജു, ഒരു ചോദ്യം. BNI ഒരു BNIയുടെ ഒരു മെമ്പർ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണ്?
എങ്ങനെ ഒരു BNI മെമ്പർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. കാരണം നമ്മളൊരു ഇമ്പോർട്ടന്റ് അല്ലാത്ത ചോദ്യം എല്ലാ ചോദ്യവും നവാസ് സാർ ചോദിക്കുന്നത് കറക്റ്റ് ഞങ്ങൾ ഇത് പറയണമെന്ന് ഉദ്ദേശിക്കുന്ന സാധനമാണ് ചോദിക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ മുന്നിൽ. BNI എന്ന വലിയൊരു പ്രസ്ഥാനം എന്റെ മുന്നിൽ നിൽക്കുക. നിങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇത് വലിയ പ്രസ്ഥാനമാണ്. എന്താണ് ഈ വലിയ പ്രസ്ഥാനം? കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നൂറ് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നൂറ് നേരത്തെ പറഞ്ഞു ഇമേജ് ഒരുപാട് വർഷമായിട്ട് ഉള്ള സ്ഥാപനമാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് നൂറ് കണ്ണൂരേക്ക് വരുന്ന BNI വിശ്വസിച്ചിട്ടാണ്. ഇവിടെ വരുന്ന സമയത്ത് എനിക്കറിയാം നൂറിന് ഇവിടെ സ്ഥലം അറിയില്ല, എവിടെ കട തുടങ്ങണമെന്ന് അറിയില്ല, എവിടെ താമസിക്കണമെന്ന് അറിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പം ഇതിന് നൂറിന് നേരെ നൂറ് ഇവിടെ ഉണ്ട് ചോദിക്കാം. നൂറിന് ഈ നേരത്തെയുള്ള ഈ സ്ഥാപനം കാണിച്ചു കൊടുത്തത്, വീട് കാണിച്ചു കൊടുത്തത്, ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, ഈവൻ ഈ കണ്ണൂർ വിഷനൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുത്തവരെ നമ്മുടെ മെമ്പേഴ്സാണ്. ഇങ്ങനെയാണ് ഒരാൾക്ക്. അപ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ബിസിനസ്സുകാരൻ കോമ്പറ്റീഷനെ ഭയപ്പെടുന്നു. ഒരു കല്യാണ വീട്ടിൽ പോയാലും മരിച്ച വീട്ടിൽ പോയാലും നിങ്ങൾ പറയുന്നത് ഒരു വ്യാപാരി പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് ഒരു സാധാരണ ഒരാൾ വന്നു ഒരു കച്ചവടക്കാരാണ്. ഞാൻ വരുന്നു, ഷിജു, ഞാനൊരു സാധാരണ രാവിലെ പോകുന്നു, കട തുറക്കുന്നു, വൈകുന്നേരം വരെ കച്ചവടം ചെയ്യുന്നു, അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നു, അവസാനം കുറെ നഷ്ടമാകുന്നു, കുറെ ലാഭമാകുന്നു. അങ്ങനെ ഒരു സാധാരണ വ്യാപാരി അല്ലെങ്കിൽ വ്യാപാരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുത്തൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. എങ്ങനെ നിങ്ങൾ എന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു ഇയാളുടെ മനസ്സിൽ ഒരു ഉത്കടമായ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് നന്നാവണം, നല്ല രീതിയിൽ ബിസിനസ് പോകണം. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് BNI ഈ 40 വർഷമായിട്ടൊരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ വരുന്ന സമയത്ത് ആ മെമ്പറെ കുറിച്ച് പഠിക്കുന്നു. അദ്ദേഹത്തിന് ബേസിക് ആയിട്ടുള്ള അദ്ദേഹം എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പ്രൊഡക്റ്റ് പറയണം, മറ്റുള്ളവരോട് എങ്ങനെ പറയണം, എങ്ങനെ ബിസിനസ് ചോദിക്കണം, എങ്ങനെ ഏറ്റവും നല്ല കണക്ഷൻ കിട്ടാന്നുള്ളതൊരു ശരി ട്രെയിനിങ് കൊടുത്തിട്ട് അദ്ദേഹം ഒരു ചാപ്റ്ററിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ആഴ്ചയും അദ്ദേഹം രാവിലെ ഒരു 3 മണിക്കൂർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. രാവിലെ 7 മുതൽ 8 വരെ പരസ്പരം പരിചയപ്പെടാം. മുഴുവൻ സ്ഥാപനങ്ങളും മീറ്റിംഗ്. അതെ, ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം ഒന്ന് രാവിലെയാണ്. അദ്ദേഹത്തിന് ബിസിനസ് നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റി കാരണം മുടങ്ങാൻ പാടില്ല. സാധാരണ ഒരു കോള് വരുന്നതിന് മുമ്പ് 9-9:30 ആകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് കഴിയും. അപ്പോൾ ഈ മീറ്റിംഗിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരാഴ്ച എന്താണ് നടക്കേണ്ടതെന്നുള്ളൊരു പ്ലാനാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനെ സഹായിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ചാപ്റ്ററുകളിൽ 50ഓളം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 50 ആൾക്കാരും ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ടാണ് വരുന്നത്. ഈ വരുന്ന എനിക്ക് ഇപ്പം ഓരോരുത്തർക്കും അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഭാഷ ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവിടെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. നമുക്ക് നമ്മളെ ബിസിനസിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അപ്പം പല ആൾക്കാർക്കും ഒരു സ്ഥലത്ത് പോകാനുള്ളൊരു കോംപ്ലക്സ് വലിയ ആൾക്കാരാണ്, അവിടെ എല്ലാവരും ഒരേപോലെയാണ്. ഒരാൾക്കും അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ ബിസിനസ്സിൽ ഇപ്പം എനിക്കൊരു ബിസിനസ് ടെക്നിക്ക് ഉണ്ട്, ഈ 10 പേരിരിക്കുന്നു, 10 പേർക്കും 10 ബിസിനസ് ടെക്നിക്കുകളാണ്. നിങ്ങളുടെ ഈ മീറ്റിങ്ങുകളിൽ ഈ ബിസിനസ് ടെക്നിക്കുകൾ ഷെയർ ചെയ്യേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം ഞാൻ ഉയർത്തിയാൽ നിങ്ങൾക്ക് എന്താ മറുപടി പറയാൻ പറ്റും? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമുക്ക് ഇത് പറയുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ ആൾക്കാരൊക്കെ ഈ ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്നത് മറ്റുള്ള ആളെ എങ്ങനെ സഹായിക്കാം. അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ പറയുന്നത് എക്സ്ക്ലൂസിവിറ്റി, കോമ്പറ്റീഷൻ ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു സ്ഥാപനം തുടങ്ങി അവിടെ ഭയങ്കര ക്രൗഡ് കണ്ട തൊട്ടടുത്തൊരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ ആ സ്ഥാപനം ഒരു സൈഡായിട്ട് വേറൊന്നും തുടങ്ങുക. അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ളവരാണ് നമ്മൾ പൊതുവേ ഈ വ്യാപാര രംഗത്ത് കണ്ടുവരുന്നത്. അങ്ങനെയുള്ളിടത്താണ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താലുള്ള ഇത് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് കോപ്പി ചെയ്യപ്പെടാനും ഇത് മറ്റു രീതിയിൽ അവരുടെ ബിസിനസിന്റെ റൂട്ട് ഇതാണ്, എടാ അത് വേണ്ട എന്ന് തോന്നാനുമുള്ള ഒരു സാധ്യതയില്ലെന്നുള്ള ഒരു സാധാരണക്കാരുടെ ചോദ്യമാണ്. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറെ ഇത് കണ്ടിട്ട് കുറെ കോപ്പി കാറ്റ് സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തും ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്നത് കോമ്പറ്റീഷൻ ഇല്ല, കൊളാബറേഷൻ ഉണ്ട്. ഇവിടെ കണ്ണൂർ തന്നെ എത്രയോ ചരിത്രമുണ്ട്. ഒരേ ബിസിനസ് ചെയ്യുന്ന 2 മെമ്പേഴ്സ് ഒരുമിച്ചിട്ട് കോമ്പറ്റീഷൻ അവസാനിപ്പിച്ചിട്ട് ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബിസിനസ്സുകാരനെ ശരിക്കും ഇതൊരു പാകപ്പെടുത്തലാണ്. കാരണം നമുക്കറിയാം ബിസിനസ്സുകാരൻ ബേസിക്കലി എങ്ങനെയാണ് ഒരു മനുഷ്യനാണ്. BNI വരുന്ന സമയത്ത് എല്ലാ മനുഷ്യരുടെ അകത്തും ഇതുണ്ട്. അതിനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് BNI ചെയ്യുന്നത്. അതൊരു സിസ്റ്റമാണ്, അതൊരു നല്ലൊരു കൾച്ചറാണ്. അതുകൊണ്ടാണ് 40 വർഷമായിട്ടും 76 രാജ്യങ്ങളിൽ ഇത് ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നു പോകുന്നു. കാരണം നമുക്ക് പലപ്പോഴും ഒരു Fortune 500 കമ്പനീസ് ഒക്കെ എവിടെയെങ്കിലും താന്നു പോയിട്ടുണ്ട്. BNI മെമ്പേഴ്സും BNIയും സ്റ്റഡി ആയിട്ട് 40 വർഷമായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം, ശരിയാണോ? നടക്കുമോ ഇതെല്ലാം?
തീർച്ചയായിട്ടും. ഞാനത് പറയുന്നതിന് താങ്കളുടെ ഒരു ചെറിയ പുഞ്ചിരി വന്നു. ആ ശരിയാ, എനിക്ക് സംശയം അതേറെ എനിക്ക് തോന്നി. അതല്ല, ഇതിപ്പോ ഞാൻ പൊതുവെ ട്രെയിനിങ് ഒരുപാട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അതിന് എത്ര ക്യാഷ് മുടക്കോ പ്രശ്നമല്ല, നമ്മുടെ ടീം മെമ്പേഴ്സിനും കൊടുക്കും. അപ്പോൾ മറ്റ് ഷോപ്പർ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇത്രയും ലക്ഷം രൂപ മുടക്കി നിങ്ങൾ സ്റ്റാഫിനൊരു ട്രെയിനിങ് കൊടുത്താൽ നാളെ പോയാൽ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, നന്നാവട്ടെ, നന്നാവണല്ലോ, അത്രയേ ഉള്ളൂ. ഇത് BNIക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഗിവേഴ്സ് ഗെയിൻ. എൻ്റെ ചാപ്റ്ററിൽ 50 ആൾ, ഈ 50 ആൾക്കാണ് 49 ആൾക്ക് ഞാൻ ബിസിനസ് കൊടുത്തുകൊണ്ടിരിക്കുക. ആ 49 ആൾ എനിക്കും ബിസിനസ് തന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടോ ഈ ചാപ്റ്ററിൽ പങ്കെടുത്തിട്ട് ബിസിനസ് ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾ ഒരു പണി തന്നിട്ടുണ്ടോ? ഇതെന്തറിയോ, ടെക്നിക്കലി നമ്മൾ ഇടപെടുന്നില്ലല്ലോ. ഇല്ല, നമ്മളെ ബിസിനസ് സ്ട്രാറ്റജിയിലോ ടെക്നിക്കലോ നമ്മൾ ഇടപെടുന്നില്ല. ഇവിടെ വരുന്നത് 100-ന് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണം. ഇന്ന് 10 ലക്ഷം ചെയ്യാണ്, അടുത്ത മാസം 20 ലക്ഷം ചെയ്യണം. ഇതാണ് BNI പഠിപ്പിക്കുന്നത്. ടെക്നിക്കലൊന്നും ഇടപെടുന്നില്ല, നമ്മളെ ഒന്നിലും ഇടപെടുന്നില്ല. അപ്പം നമ്മൾ ഒരാൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെ കൊണ്ടുവരുന്നു. ആ മീറ്റിംഗ് നിങ്ങൾ കാണുന്നത് ഓരോരുത്തരും എണീറ്റിട്ട് നിങ്ങൾക്ക് ഞാൻ 3 ബിസിനസ്, നിങ്ങൾക്ക് 2 ബിസിനസ്, നിങ്ങൾക്ക് 3 ബിസിനസ്, ഇങ്ങനെ എണീറ്റ് പറയാം. ഓരോരുത്തരും അവരാണ് അതിന്റെ ടെക്നിക്ക് ഒന്ന് അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹം ഒരു സാധാരണ മെമ്പർ ആവുമ്പോൾ പറയുന്ന ഫീൽ അല്ല നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളിത് പഠിച്ചിട്ടിരിക്കുന്നവരാണ്. അദ്ദേഹം മെമ്പർഷിപ്പിൽ 4 വർഷമായിട്ടുള്ളൂ. നിങ്ങൾ എത്ര വർഷമായി? നമ്മൾ 6-7 വർഷമായി. അപ്പൊ അത് ഈ നിങ്ങള് പ്രേക്ഷകർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ ആ ഇരിക്കുന്ന അദ്ദേഹത്തിന് തുടക്കക്കാരനാണ്. അദ്ദേഹം പെരിന്തൽമണ്ണയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇതിലെ ഒരാൾ JCയുടെ ട്രെയിനറാണ്. അങ്ങനെ ഞാൻ കുറച്ചൊരു മുന്നേക്ക് കാര്യങ്ങൾ പറയാം. സാറ് പറഞ്ഞ പോലെ ഞാൻ കണ്ണൂർ BNI ചേർന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് ഇടുന്നത്. ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് 6 മാസം മുമ്പേ BNI മെമ്പറാണ്. കാരണം എനിക്ക് മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്, BNIക്ക് എന്തുമാത്രം എൻ്റെ ബിസിനസ്സിൽ എന്നെ സഹായിക്കാൻ പറ്റുന്നില്ലത്. അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ബിൽഡിംഗ് കാണിച്ചു തരാൻ, അതിനുള്ള കോൺട്രാക്ടറെ കാണിച്ചു തരാൻ, കണ്ണൂരിലെ കാര്യപ്പെട്ട വ്യക്തികളെ പരിചയപ്പെടാൻ എല്ലാം എനിക്ക് വളരെ ഈസിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇമേജിന് കണ്ണൂരിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് BNI വഴിയാണ്, നോ ഡൗട്ട്. കാരണം ഞാൻ ഇനാഗുറേഷൻ നടത്തിക്കുന്ന അവരാ, ഇപ്പോൾ ആനിവേഴ്സറി നടത്തുമ്പോഴും ഓടി വന്നെല്ലാം ചെയ്തു തരുന്നത് BNI മെമ്പേഴ്സാണ്. പെരിന്തൽമണ്ണ എൻ്റെ വീട്ടിൽ ഇവിടുത്തെ BNI മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരു ദിവസം വന്നു. കാരണം അങ്ങനത്തെ ഒരു ബന്ധത്തേക്ക് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഏകദേശം 650 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ 4 വർഷം കൊണ്ട് 100 കോടി 1000 കോടി ബിസിനസ് ഞങ്ങൾ പരസ്പരം ചെയ്തു. ഈ മെമ്പർമാര് കണ്ണൂർ ചാപ്റ്ററിൽ എത്ര മെമ്പേഴ്സ് ഉള്ളത്? 600. ഇപ്പം 1000 കോടി. അത് ഇന്ന് 1300 കോടിയായി. 3 മാസം മുമ്പത്തെ കണക്കില് 1000 കോടിയാണ്. അത് നിങ്ങളുടെ ഈ മെമ്പേഴ്സ് പരസ്പരം ചെയ്ത ബിസിനസ്. അപ്പൊ അതിന്റെ ഒരു ആഘോഷം വരുന്നുണ്ട്, നമ്മൾ ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. മെയ് 3-ാം തീയതി നായനാർ അക്കാഡമിയിൽ വെച്ച് നമ്മുടെ CM പങ്കെടുക്കുന്നുണ്ട്, അങ്ങനെ മധുഭാസ്കർ സാർ പങ്കെടുക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അതിന് നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ 1000 കോടിയുടെ സെലിബ്രേഷനാണത്. അത് 3 മാസം മുമ്പത്തെ ഫിഗറാണ്. ഇന്നത്തെ ഫിഗർ 1300 കോടിയാണ്. അപ്പൊ വോളിയം മനസ്സിലാക്കണം. ഇതുകൊണ്ട് എനിക്കെന്ത് നേട്ടം ചോദിച്ചാൽ, നമ്മൾ ഈ പരസ്പരം ഒന്നിച്ചു നിന്ന് ഈ കൊളാബറേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് കൊടുത്തില്ലെങ്കിൽ ഈ ബിസിനസ് നേരെ ഓൺലൈനിലോട്ട് പോകും. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. ഓൺലൈനിൽ നമുക്ക് ഈ ഇങ്ങനത്തെ മാർക്കറ്റിൽ പോലും, ഇന്നത്തെ അവസ്ഥയിൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും ഈ പരസ്പരം കൊളാബറേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് കൊടുത്തിട്ട് ഓൺലൈൻ ബിസിനസിന്റെ തടുത്തു നിർത്താൻ പറ്റുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് ഇപ്പൊ നൂറ് വന്നിരിക്കുന്നത്. കാരണം സാധാരണക്കാരായ വ്യാപാരികളുടെ നടുവൊളിക്കുന്ന രീതിയിൽ ഓൺലൈൻ വ്യാപാരം കുതിച്ചു കയറുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ തടയിടാൻ കൂടി ഈ BNI എന്ന സംവിധാനത്തിൽ 100% പറ്റുന്നുണ്ട്. അതുപോലെ കുത്തകകൾ, അതായത് ഇപ്പോൾ നമുക്ക് ജിയോ, റിലയൻസ്, അതേപോലെ ടാറ്റ, ക്രോമ, ഇവരൊക്കെ എനിക്ക് എൻ്റെ ഫീൽഡിൽ ഡിജിറ്റൽ മാർക്കറ്റിൽ എനിക്ക് ഭയങ്കര ത്രട്ടാണ്. കാരണം നമ്മൾ 100 പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന 1,00,000 പീസാണ്. അപ്പം സ്വാഭാവികമായിട്ടും അവരോട് മത്സരിക്കാൻ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്നത് നമ്മൾ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരാണ്. എനിക്കൊരു മൊബൈൽ, എനിക്ക് ഒരു എന്താ പറയുക, എനിക്കൊരു സ്വർണം മേടിക്കണം, 1 ഗ്രാം സ്വർണം അല്ലെങ്കിൽ ഒരു 2 പവനും മേടിക്കണം. എൻ്റെ ചാപ്റ്ററിൽ മെറാൾഡ എന്ന് പറഞ്ഞ ജ്വല്ലറി ഉണ്ട്. ഞാൻ അവിടേക്കാണ് പറഞ്ഞയക്കുന്നത്.
അവന്റെ ഓഫീസിലോ ആർക്കെങ്കിലും ഒരു മൊബൈൽ വേണം, എൻ്റെ അടുത്തേക്കാ പറഞ്ഞേക്കുന്നത്. എൻ്റെ ശ്രീ ഷെരീഫിനോടൊരു ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പം ഒരു വേനലവധിക്കാലമാണ്. മിക്കവാറും കുട്ടികളൊക്കെ പഠനം പൂർത്തിയാക്കിക്കൊണ്ട് പുതിയ ഏത് മേഖലയിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഷൂട്ട് നടക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുന്നിലേക്കൊരു ചെറുപ്പക്കാരൻ ഇതാകാൻ വരുന്നു. നിങ്ങൾക്കൊരു ബയലോ ഉണ്ടോ, ഭരണഘടനയുണ്ടോ, എന്തൊക്കെയാണ് നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരു വരുന്ന ആളുടെ മുന്നിലേക്ക് വെക്കുന്ന ക്വാളിഫിക്കേഷൻ? അല്ല, ഈ BNA ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് BNA ചേരാൻ വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവൻ്റെ പ്രോഡക്റ്റും സർവീസും സത്യസന്ധമായിരിക്കണം. ഒരു വ്യാപാരിക്ക് ഇതിനകത്ത് ചേരാൻ പറ്റും, വേറെ ആർക്കും ചേരാൻ പറ്റില്ല. അല്ല, വ്യാപാരി സർവീസ് ആവാം, പ്രോഡക്റ്റ് ആവാം, ആർക്കും പറ്റും. ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പറ്റൂല. കാരണം എന്താ പറയുക, നിങ്ങൾ കൊണ്ടുവന്ന് ഞാനാണ് വിറ്റ് തരേണ്ടത്. എനിക്ക് വിറ്റ് തരാൻ പറ്റാത്ത നിങ്ങൾ ഫാർമ കമ്പനിയാണ്, ഞാനെങ്ങനെ വിറ്റ് തരിക? എനിക്ക് വിറ്റ് തരാൻ പറ്റില്ല. ഒരു ബിസിനസ്സുകാരനാണ് അംഗത്വം കിട്ടുക. അതെ, ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബിസിനസ് 100%. അല്ലാത്തവർ ഇവിടെ പറ്റൂല. സർവീസും അതിനകത്ത് ഉൾപ്പെടും. സർവീസ് എല്ലാവർക്കും ബിസിനസ് ഉൾപ്പെടെ സർവീസ്, അത്തരം എല്ലാ കാര്യങ്ങളും. എന്തെങ്കിലും ഒരു നിങ്ങൾ അതിനകത്തൊരു മെമ്പർ ആകുന്നതിന് മറ്റ് മാനദണ്ഡങ്ങൾ ഇപ്പം നമുക്കറിയാം. എല്ലാ വൈകുന്നേരങ്ങളിൽ കൂടുന്ന സംഘടനകളാണ് കാലാകാലമായി നമ്മൾ കണ്ടുവരുന്നത്. വൈകുന്നേരം ഒന്ന് കൂടുക. നിങ്ങൾ എന്തുകൊണ്ട് അതിരാവിലെ കൂടുന്നു? അതിരാവിലെയുള്ള നിങ്ങളുടെ ഈ പരിശീലനത്തിൻ്റെ സ്വഭാവം എന്താണ്? ഒരു ആദ്യമായിട്ട് ഒരാൾ താല്പര്യമുള്ളവർ BNA പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് 41 മീറ്റിംഗ് ഒരാഴ്ചയിൽ നടക്കുകയാണ്. രാവിലെകളിൽ ഇരുട്ടിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ അതിൽ കൊണ്ട് അവരെ ഇരുത്തും. ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ അത് ഇരുന്ന് 7 മണി തൊട്ട് 10 മണി വരെ ആകുമ്പം അവനിക്ക് ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാവും. മിനിമം എത്ര മീറ്റിംഗ് അവൻ അറ്റൻഡ് ചെയ്യണം? ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മതി. ഒറ്റ മീറ്റിംഗ്. ഇപ്പം നിങ്ങൾ സാർ ഒന്ന് വന്നിട്ടൊരു മീറ്റിംഗിൽ ഇരുന്ന് പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനും ഇതെങ്ങനെയാണ് പോകുന്നത്, എനിക്കിത് ഗുണം ചെയ്യുമോ ഗുണം ചെയ്യില്ലേ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെക്ക് തരുന്ന ആൾക്കാരും ഉണ്ട്. കാരണം സ്പോട്ടിൽ ചെക്ക് തരുന്നവരുണ്ട്. മനസ്സിലായി? കാരണം അത്ര ഈസി ആയത്, ഇത് കോംപ്ലിക്കേറ്റഡ് അല്ല. ബിസിനസ് മീറ്റിംഗ് ആണ് രാവിലെ നടക്കുന്നത്. 100%. അതിൽ ഫോൺ എടുക്കാൻ പാടില്ല, പരസ്പരം സംസാരിക്കാൻ പാടില്ല, എണീറ്റ് പോകാൻ പാടില്ല. പക്ക 8 മണി കഴിഞ്ഞാൽ റൂമിൽ കയറ്റൂല, നമ്മൾ ഡോർ അടച്ചു കളയും 9:30 വരെ. പിന്നെ 9:30 സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ പ്രസിഡന്റ് കുറെ സംസാരിക്കുക, വൈസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ത്രൂഔട്ട് വേൾഡ് ഒരേ സ്ക്രിപ്റ്റാണ്. ഈ BNAക്ക് ഒരു അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടോ? ഇല്ല. ഇന്റർനാഷണൽ ലെവലിൽ ഇല്ല. നാഷണൽ ഉണ്ടോ, സെക്രട്ടറി ഉണ്ടോ? നാഷണൽ ലെവലിൽ ഒരു പ്രസിഡന്റ് ഉണ്ട്. നാഷണൽ ലെവലിൽ ഒരു പ്രസിഡന്റ് ഉണ്ട്. കാരണം ഇത് വളരെ സ്ട്രക്ചേർഡ് ആണ്. ഇത് അമേരിക്കയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു കമ്പനിയാണ്, മൾട്ടിനാഷണൽ കമ്പനി പോലത്തെ ഒരു കമ്പനി തന്നെയാണ്. അതിനൊരു ഫ്രാഞ്ചൈസി മോഡലിലാണ് ഞങ്ങളൊക്കെ വന്നത്. ഫ്രാഞ്ചൈസി ഓണേഴ്സാ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതല്ലേ. ഇത് BNA ഗ്ലോബലായിട്ട് ഇന്ത്യയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാണ്. ഒരു പ്രസിഡന്റിനെ വെച്ചുകൊണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളെല്ലാം ഫ്രാഞ്ചൈസി ഓണറായിട്ടാണ് ഇവിടെ ഈ ഇന്ത്യയിൽ ഫുള്ള് ഇരിക്കുന്നത്. അതിന് അമേരിക്കയിൽ എന്താണോ ഭരണഘടന, അതേ ഭരണഘടനയാണ് ഇവിടെ എല്ലാവരും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? ഗിവ് അസ് ഗെയിൻ ആണ്. നിങ്ങൾ കൊടുത്താൽ കിട്ടും. മനസ്സിലായില്ലേ? ഗിവ് ആൻഡ് ടേക്ക്. മനസ്സിലായി? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ നിയമവലിയിലാണ് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഷിജു, ഈ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വ്യാപാരികൾക്ക് ഇപ്പം നിങ്ങൾ അവരെ ഒരു മാനസികമായി രൂപപ്പെടുത്തേണ്ട ഒരു പണി ഉണ്ടാവും. കാരണം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന വ്യാപാരികൾ, ഞാൻ ഈ പറഞ്ഞതുപോലെ വ്യാപാരം എന്ന് പറഞ്ഞാൽ തലവേദന പിടിച്ച പണിയാണെന്നാണ് പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്ന ഒരു ആപ്തവാക്യം. ഭയങ്കര ടെൻഷനാണ്. ഞാൻ രാവിലെ പോയി ഭയങ്കര കച്ചവടമാണ്, ഞാൻ ഭയങ്കര ടെൻഷനാണ്, കച്ചവടം ഭയങ്കര, ടെൻഷനും ഭയങ്കര. അങ്ങനെ വരുന്ന മനുഷ്യരാണ് വ്യാപാരികളായി നമ്മൾ കണ്ടിരുന്നത്. പുതിയ കാലത്താണ് നിങ്ങൾ ഈ പറയുന്ന 7 മണി ഈ പറയുന്ന ഒരു കൾച്ചറിലേക്ക്, ഒരു മീറ്റിങ്ങിലേക്ക് അവരെ മാനസികമായി രൂപപ്പെടുത്താനുള്ള എന്തെല്ലാം പ്രക്രിയകളാണ് BNA ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഓണർ ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഒരു ഷോക്കേസ് മീറ്റിംഗ് കണ്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ എല്ലാ രീതിയിലും അപ്ഡേറ്റ് ചെയ്യാനുള്ള, ബിസിനസ്സിൽ ഗ്രോ ചെയ്യാനുള്ള എല്ലാവിധ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. മാനസികമായി ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷനെ പോലെ, നമുക്കൊരു ബാറ്ററി തീർന്നു പോയാൽ ചാർജിങ് സ്റ്റേഷനെ പോലെ ആ ഗ്രൂപ്പ് ഉപകാരപ്പെടും. ആ ചാപ്റ്ററിനകത്ത് എല്ലാ ബിസിനസ്സിലുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് മെൻറ്റേഴ്സിനെയാണ് അവിടെ ഇവർക്ക് കിട്ടുക.
അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ പോകുന്ന സമയത്ത് ഒരാളെടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ ബിസിനസ് പറയാമെന്നുള്ളതാണ്. അതൊരു കൂടുതൽ 5 മിനിറ്റ് ആയാൽ, അരമണിക്കൂറായാൽ, 1.5 മണിക്കൂറായാൽ, ഇതൊക്കെ അവർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരെ ഏറ്റവും നന്നായിട്ട് പറയുന്നതാണ് എപ്പോഴും നല്ലതെന്നുള്ളതാണ് നിങ്ങൾ എല്ലാം അതെല്ലാം സിസ്റ്റം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഇപ്പം പറഞ്ഞ പോലെ മാനസികമായി അവർക്ക് ശക്തി കൊടുക്കാനും അവർക്ക് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓരോ പ്രാവശ്യം ഇവർ ഈ കൂട്ടുകൂടുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നത്, ഒരുമിച്ച് കാണുന്നൊക്കെ ഇതുപോലെയുള്ള ആ നഗരത്തിലുള്ള ഏറ്റവും വലിയ ബിസിനസ് ഓണേഴ്സിനെ. അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇയാൾക്ക് കിട്ടുന്നത്, അയാൾക്കുള്ള ആ സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇയാൾ എവിടുന്ന് മാറുന്നു വെച്ചാൽ അയാൾ ജോലി BNA വന്ന് ബിസിനസ് കിട്ടുന്നതോടും അയാൾ ചെയ്യുന്നത് ഇയാളൊരു കമ്മ്യൂണിറ്റി ബിൽഡറായി മാറും. ഇയാൾ ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്ന സമയത്ത് സംഭവിക്കുന്നൊരു കാര്യം, ആ സിറ്റിക്കകത്ത് ഒരുപാട് ജോലി സാധ്യതകൾ സൃഷ്ടിക്കപ്പെടും. ഇപ്പോൾ പെരിന്തൽമണ്ണ വന്ന 100 ഇവിടെ 60 പേർക്ക് ജോലി കൊടുക്കും. ഈ 60-ൽ പരം ആൾക്കാർക്ക് ജോലി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം, ഈ 60 പേര് നമ്മുടെ കണ്ണൂരിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ഫാമിലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ഒരു ജോലി കൊടുക്കുന്ന സമയത്ത്. അപ്പം അതാണ് നമ്മൾ ചെയ്യുന്ന അടുത്തൊരു കാര്യം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ശങ്കയോടുകൂടി വരുന്ന BNA മെമ്പർ അവസാനം ഈ സിറ്റിക്കകത്തുള്ള ഏറ്റവും വലിയ എമിനൻറ്റ് ബിസിനസ് പേഴ്സണായിട്ട് മാറുക. അദ്ദേഹത്തിൻ്റെ ആ രീതിയിലേക്കുള്ള വാല്യൂ മാറുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം ഒറ്റയ്ക്ക് ഒരു സോളോപ്പണ്ടായി വന്ന ആൾ വലിയൊരു ലീഡറായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ BNA പഠിപ്പിക്കുന്ന ഈ ഗിവേഴ്സ് ഗെയിൻ അദ്ദേഹത്തിന് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, റിലേഷൻഷിപ്പ് കൂട്ടാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന ഒരാൾ ഏറ്റവും സമൂഹമായി ഒരു പ്രസ്ഥാനമായി മാറുന്നു. ഒരു ചോദ്യം, ഒരു പ്രതിസന്ധി വരുന്നു. ഇപ്പം എല്ലാം പോസിറ്റീവ് നമ്മൾ പറയുന്നത്. നമ്മൾ ബിസിനസ് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു. നമ്മുടെ ഒരംഗം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല, മനുഷ്യരാണ്. അങ്ങനെ വന്നാൽ ബിസിനസ്സിൽ മാത്രമല്ല, മനുഷ്യൻ എന്ന് പറയുമ്പം ബിസിനസ് തകരണമെങ്കിൽ ചിലപ്പം കുടുംബം തകരാം, വ്യക്തി തകരാം, വ്യക്തി മോശാവസ്ഥയിലേക്ക് പോകാം, കുടുംബം മോശാവസ്ഥയിലേക്ക് പോകാം. ഒരു വ്യക്തിയുടെ ബിസിനസ് തകരാൻ പല കാരണങ്ങളാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ഒരു ആൾ പോവുകയാണെങ്കിൽ എന്ത് ബാക്കിംഗ് ആണ് ഈ സംഘടനക്ക് കൊടുക്കാൻ കഴിയുക? നിങ്ങൾ ഈ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എല്ലാ കച്ചവടമൊക്കെ ഞങ്ങൾ ഭയങ്കര കച്ചവടം ചെയ്തു പറഞ്ഞാൽ ഒരു നെഗറ്റീവിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും? അത് തീർച്ചയായിട്ടും പറ്റും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഇപ്പം എൻ്റെ ചാപ്റ്ററിൽ 50 പേര്, 48 പേര്, ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ബോണ്ടാണ്. ഞാൻ ഇന്ന് രാവിലെ മനസ്സുകൊണ്ട് അടുക്കുന്നുണ്ടോ സമയം പറയാം. ഈ ഒരാഴ്ച നമ്മുടെ ചാപ്റ്ററിൽ 3 പേരുടെ മക്കളുടെ ആദ്യ കുർബാനയാണ്. ഒന്ന് ശനിയാഴ്ച രാത്രി, നമുക്ക് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരാളത് ശനിയാഴ്ച, ഒരാളത് ഞായറാഴ്ച. പിന്നെ അല്ല, അനിൽ സർവസോണിക് അവരുടെയാണ്. ശനിയാഴ്ച പ്രവീണിൻ്റെതാണ്. വീണ്ടും അടുത്ത ഞായറാഴ്ച, ഈ ആഴ്ച നടത്താൻ നമുക്ക് കൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത ആഴ്ചയ്ക്ക് മാറ്റിയാണ്. ഈ മെമ്പേഴ്സ് എല്ലാം പെരിന്തൽമണ്ണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തമ്മിൽ, നമ്മളും നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഫാമിലിയും മക്കളും എല്ലാം ബന്ധമുണ്ട്. ഇപ്പം എനിക്കറിയാം. പിന്നെ അതിൻ്റെ പുറത്ത് എൻ്റെ ചാപ്റ്ററിൽ 6 പേര് ലേഡീസാണ്, എൻ്റർപ്രണേഴ്സ്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് അവരെയും നമുക്ക് ഉയർത്താൻ പറ്റും. പിന്നെ നമ്മളെ കണ്ണൂർ ചാപ്റ്ററിൽ കിണർ കുഴിക്കുന്ന ഒരാളുണ്ട്, കിണർ ക്ലീൻ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവരൊക്കെ ഇട്ട് നമുക്ക് ബന്ധങ്ങളും അവരുടെ ബിസിനസ്സിൻ്റെയും അവരുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കുകയും എന്തൊരു ഇഷ്യൂ വന്നാലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാൻ ഇതിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ല. പണ്ടായിരുന്നു ട്രെയിനിങ്. ഇപ്പോൾ ട്രെയിനിങ് എന്ന് മാറിയിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മളെ സമാന ഉള്ള ബിസിനസ്സുകാരിരുന്നിട്ട് നമ്മളുടെ ബിസിനസ്സിലുള്ള പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു. കാരണം എൻ്റെ എക്സ്പീരിയൻസും മറ്റൊരാളുടെ എക്സ്പീരിയൻസും പറഞ്ഞ് അതിലെ നല്ലതും എനിക്ക് വേണ്ട ഉപദേശം ഇവിടുന്ന് അവിടെ വേണ്ടത് ഞാനും കൊടുത്ത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും. ഞാൻ ഷെരീഫിനോട് തന്നെ തുടരാം. ഈ ഒരു ഗ്ലോബൽ ലെവലിൽ, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കണക്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ വാട്സപ്പിനെ പോലത്തെ സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ബിസിനസ് കൊടുത്താലും നിങ്ങൾ എനിക്ക് ബിസിനസ് തന്നാൽ എല്ലാം ഇതിൽ റെക്കോർഡാണ്, കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളിപ്പം 100-100 ബിസിനസ് കൊടുക്കും, ഈ ആപ്പിൽ രജിസ്റ്റേർഡ് ആണ്, എല്ലാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ 100-100 ബിസിനസ് ഡോക്ടർ ഷെരീഫിന് ഉണ്ട്, ഒരു ഫോൺ ആവശ്യമുണ്ട്, നിങ്ങൾ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. 100 വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ പേര് പോകും. അതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനം? അല്ല, അത് നമ്മുടെ ടെക്നോളജി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അത് വാട്സപ്പ് പോലെയാണ്, സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നതുപോലെ
ഈ എല്ലാ രാജ്യത്തും നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം സാറിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുട്വെയർ ബിസിനസ് ആണെങ്കിൽ ഇന്ത്യയിൽ ഫുട്വെയർ ചെയ്യുന്ന എത്ര ആൾക്കാരുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം നിങ്ങൾക്ക് കയ്യിൽ ഇപ്പം കിട്ടും. ലോകത്ത് ലോകത്ത് എത്ര പേരുണ്ട് അതറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു മെസ്സേജ് അയക്കാണ്, ഐ ആം സോ ആൻഡ് സോ, ഇന്ന ചാപ്റ്റർ ഇന്ന മെമ്പറാണ് സാർ, എനിക്ക് നിങ്ങളായിട്ട് ഒന്ന് ഇരിക്കണം, സംസാരിക്കണം. അല്ലെങ്കിൽ അവർ മോസ്റ്റ് വെൽക്കം, കമോൺ, ഐ എം ഫ്രം കർണാടക ബാംഗ്ലൂരാണ്, എവിടെയാണെങ്കിലും ദേ ആർ മോർ ഹാപ്പി. അത് നമ്മളത് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയണേ, എനിക്ക് ഈ ഏജൻസി ഒന്നും കൂടെ, സിമ്മിൻ്റെ 3 ഏജൻസി ഉണ്ട്, ഒരു ഏജൻസിയും കൂടെ വേണം, നിങ്ങൾ ബോംബെയിലുള്ള ഹെഡ് ഓഫീസിൽ ഒന്ന് കണക്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത്, ദേ വിൽ ഡു ഇറ്റ് നാച്ചുറലി. അവിടെ റിലയൻസിൻ്റെ ബോർഡ് വെക്കുന്ന ഒരാൾ, അവരൊരിക്കലും കണ്ണൂർ എന്നൊരു ബോർഡ് വെക്കൂല. അപ്പം നമ്മളടുത്ത് വിളിച്ച് ചോദിക്കും, സൈനേജ് ഇവിടെ നോക്കും, അവർ ചെക്ക് ചെയ്യും, കണ്ണൂർ സൈനേജുകാരാണ്. അപ്പോൾ സൈനേജിന് വിളിച്ചു പറയും, റിലയൻസിൻ്റെ ഒരു ബോർഡ് വെക്കണം, എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല, നീ അത് ഏറ്റെടുത്തോ, നിനക്ക് ഞാൻ പൈസ തരാം. സോ യു ആർ കണക്റ്റഡ്. എന്നെ നിങ്ങൾ ഹോസ്പിറ്റലായിപ്പോയി, ഒരു അറ്റാക്കായിപ്പോയി, അമേരിക്കയിൽ പോകണം, ഒരു അറ്റാക്കായിപ്പോയി, നിങ്ങൾ ഒന്നും പേടിക്കണ്ട. അമേരിക്കയിൽ പോയിട്ട് നിങ്ങൾ ആപ്പ് എടുത്തിട്ട് ഞാൻ ഒരു BNA മെമ്പർ കോൺടാക്ട് ചെയ്താൽ എനിക്ക് ഇങ്ങനെ സംഭവമാണെന്ന് പറഞ്ഞാൽ ദേ വിൽ കം ആൻഡ് ഹെൽപ്പ് യു. ഞങ്ങൾ പഠിക്കുന്നത് തന്നെ പരസ്പരം ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്, ബിസിനസ് അല്ല, സഹായിക്കുക എന്നുള്ളതാണ്. ആ സഹായത്തോടെ എല്ലാം വരും സർ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, BNAയിൽ വന്നാൽ സമാധാനം ഉണ്ടാവും, അലച്ചിലില്ല. നിങ്ങളൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? എന്തുകൊണ്ടാണ്? ആ പ്രോഡക്റ്റ് പുഷ് ചെയ്ത് ഞങ്ങൾ കൊടുക്കും, ഞാൻ കൊടുക്കും, ഷിജു കൊടുക്കും. നിങ്ങൾ സാമ്പത്തികം മാനസികമായിട്ടാണോ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം? ഞങ്ങൾക്ക് ഹോസ്പിറ്റലുണ്ട് സർ, ഞങ്ങൾ ഡോക്ടേഴ്സിനെ റെക്കമെൻഡ് ചെയ്ത് തരും. കൗൺസിലിംഗ് ആണോ നിങ്ങൾക്ക് പ്രശ്നം? ഉണ്ട്. മക്കൾ അഡ്മിഷനാണോ നിങ്ങൾക്ക് പ്രശ്നം? ഞങ്ങൾ ശരിയാക്കി തരാം. നിങ്ങൾക്ക് ആരെ കണ്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണണോ? ഞങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് BNAയിൽ സ്പോർട്സിൽ ഏറ്റവും മുകളിൽ പിടിപാടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇന്ന് അവിടെ വിളിച്ച് പറഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണാനുള്ള ഏർപ്പാട് നമ്മളാക്കി തരും. ബട്ട് ജെന്യൂൻ ആയിരിക്കണം. നിങ്ങൾക്ക് മോഡിനെ കാണണോ, പ്രൈം മിനിസ്റ്ററിനെ കാണണോ? നമുക്ക് ഡൽഹിയിൽ BNA ഉണ്ട്, കണക്ട് ചെയ്താൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് തമാശ പറയല്ല കേട്ടോ, ഇതെല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ആരെ കാണണമെന്ന് പറയുന്നോ ആവശ്യം കറക്റ്റായിരിക്കണം. ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ഒന്നും പറ്റൂല. നിങ്ങൾക്ക് ബിസിനസ് ആവശ്യമാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഈ കണക്റ്റിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലേ, ആരെങ്കിലും അടിച്ചു മാറ്റോ കോപ്പി പേസ്റ്റ്? ഞങ്ങൾ അടിച്ചു മാറ്റാൻ പറ്റൂല. 40 വർഷമായിട്ടുള്ളതാണ്, അത്ര ഈസി അല്ല. ഷിജു, ഈ ഇന്റർനാഷണൽ ലെവലിൽ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് താങ്കൾ എത്ര വർഷം ഇതിനകത്ത്? 7 വർഷത്തോളം. 7 വർഷം. ഈ 7 വർഷം മറ്റ് സംഘടനകളിൽ നിന്ന്, എല്ലാ സംഘടനകൾക്കും ഒരു മോട്ടീവ് ഉണ്ട്, മറ്റ് സംഘടനകളിൽ നിന്ന് പ്ലസ് ആയി താങ്കൾക്ക് തോന്നുന്ന പ്രധാന പോയിന്റ് ബിസിനസ്സിനപ്പുറത്തേക്ക്? ഒന്ന് നമ്മുടെ ഈ കണക്ടിവിറ്റി തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു 5-10 രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിക്കണമെങ്കിൽ ചുരുങ്ങിയതൊരു വർഷങ്ങൾ തന്നെ വേണ്ടി വരും. ഇവിടെ ഡേ ഫസ്റ്റ് മുതൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ BNA സ്റ്റാർട്ട് ചെയ്യുന്നത് കോവിഡിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിൻ്റെ സമയത്താണ്, ഓൺലൈനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മെമ്പേഴ്സിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചോളം ആ കണക്ടിവിറ്റി അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബിസിനസ്സിനകത്ത് നമുക്കിപ്പോൾ വേണ്ടത് അപ്ഡേഷനാണ്. നമ്മൾ ഒരുപാട് ഇപ്പോൾ ജെൻസി മുതലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരു BNA മെമ്പർ ഉണ്ടെങ്കിൽ ആ സിറ്റിക്കകത്തുള്ള BNA മെമ്പർ അല്ലാത്ത സെയിം കാറ്റഗറി ആൾക്കാർ ഏറ്റവും അപ്ഡേറ്റഡ് ഈ വ്യക്തിയായിരിക്കും. കാരണം നമുക്ക് ഈ BNA കണക്ട് പോലെ ഒരു ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, BNA ബിസിനസ് ബിൽഡർ. അവിടെ 400-500ഓളം കാറ്റഗറിയെ തിരിച്ചുകൊണ്ട് അവർക്ക് എന്താണ് അവരുടെ ബിസിനസ് അടുത്ത 2 വർഷം എങ്ങോട്ടാണ് പോകുന്നത്, അതൊക്കെ അവിടെ റിസർച്ച് ചെയ്യുന്നത് BNA ഉണ്ട്. അപ്പോൾ അവിടെ സമയത്തുള്ള ഒരു ബിസിനസ്സുകാരന് ഇതൊരു സിസ്റ്റത്തിനകത്ത് ജസ്റ്റ് കയറി നിന്നാൽ മാത്രം മതി. ഈ സിസ്റ്റം വളരെ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ മതി. BNAക്ക് സ്വന്തമായ സ്ഥാപനങ്ങളുണ്ടോ? ഇല്ല. മെഡിക്കൽ കോളേജോ ക്യാമ്പസുകളോ? നേരത്തെ പറഞ്ഞ പോലെ BNAക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഇല്ല. നവാസാറിന്റെ പ്രോഡക്റ്റ് ആണ് BNAയുടെ പ്രോഡക്റ്റ്. സാറ് ജോയിൻ ചെയ്യുന്ന സമയത്ത് BNAയിൽ ഒരാൾക്ക് അംഗത്വം എടുക്കണമെങ്കിൽ ഫീസ് ഉണ്ടോ? നമുക്ക് ഒരു ഇയർലി ഒരു ഫീസ് ഉണ്ട്. വിഷമമുള്ള ഫീസാണോ? അല്ല, ഒരു വിഷമവുമില്ല. കാരണം ഏകദേശം ഒരു വർഷത്തോളം ഏകദേശം ഒരു 48,000 രൂപ ഫീസ് ഉണ്ട്. ഒരു വർഷം അത്രേ വരുന്നുള്ളൂ. പിന്നെ പ്ലസ് നമ്മളെ മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്തുള്ള ഒരു കോസ്റ്റ് കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ, ഒരു ഇത്ര ഫീസ് കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ഫീസല്ല, കാരണം ബോംബെയില് 25 ലക്ഷം കൊടുത്താലാണ് ലയൺസ് ക്ലബിൽ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. കേരളത്തിൽ കൊച്ചി കിട്ടണമെങ്കിൽ 20 ലക്ഷം 15 ലക്ഷം. ഈ ഒരു നോമിനലായിട്ട് എമൗണ്ട് പറഞ്ഞോണ്ട് ശരാശരി ബോംബെയിലും ഡൽഹിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി BNA ചെയ്യുന്നത് 75 ലക്ഷം റുപ്യ. കണ്ണൂരിലത്തെ BNA ശരാശരി ഒരു ആവറേജ് BNA കാരൻ ചെയ്യുന്ന എത്ര എന്നറിയോ നിങ്ങൾക്ക്?
95 ലക്ഷം റുപ്യ ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് ചെയ്യുന്നത്. അതെന്താ അങ്ങനെ ബോംബെയേക്കാൾ കൂടുതൽ ബിസിനസ്? അത് അവരെ ചോദിക്കേണ്ടി വരും. എന്റെ കാസർഗോഡ് ജില്ലയിലെത്താണ്, കാസർഗോഡ് ജില്ലയിലെത്താണ് 1,20 ലക്ഷം റുപ്യന്റെ മുകളിലാണ്. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് പറയൂ. അത് നമ്മളെ ബിൽഡേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരു വീട് എന്ന് പറഞ്ഞാൽ അത് കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം എനിക്കൊരു വീട് പണി വേണം, ഞാൻ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ ചാപ്റ്ററിലെ ഒരു ബിൽഡർക്കാണ് കൊടുക്കുന്നത്. അവന് ആ ബിസിനസ്സിന് അത്രയും 1 കോടി 1.5 കോടി ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ വേണ്ട പിന്നെ ഇലക്ട്രിസിറ്റി സാധനങ്ങൾ എൻ്റെ ചാപ്റ്ററിൽ തന്നെ ആളുണ്ട്, അവൻ കൊടുക്കും. അതിന് വേണ്ട പിന്നെ ഇൻറ്റീരിയർ, അതിന് വേണ്ട സിമെൻറ്റ്, അതിന് വേണ്ട കമ്പി, ഇതെല്ലാം ഞങ്ങൾ പരസ്പരം തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പിന്നെ കണ്ണൂരത്തെ വളർച്ച എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ റെക്കോർഡല്ലേ സാറേ? അത് മാത്രമല്ല, ഇന്ത്യൻ്റെ എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ അങ്ങനെ കുറേ ഉൾപ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ ചിലപ്പം ആവറേജ് സീറ്റ് വാല്യൂ 40 ലക്ഷം 30 ലക്ഷം ഒക്കെ ആയിരിക്കും. അപ്പം ആവറേജ് എടുക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അവരത് 75 വരുന്നത്. ബട്ട് കണ്ണൂരിന്റെ ആവറേജ് എടുക്കുമ്പോൾ അത് 95. കണ്ണൂർ നമ്പർ 1 ആയി മാറുകയാണ് കാസർഗോഡ് വേൾഡിൽ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഗ്ലോബൽ റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ. കാരണം കണ്ണൂർ മെമ്പേഴ്സ് കണ്ണൂർ അത്രയും നല്ല ആൾക്കാരാണ് സാർ കണ്ണൂരിൽ, സാറിന് അറിയാലോ. നല്ല ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് BNI കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് തിരിച്ചു പോകേണ്ടത് കേട്ടോ. പക്ഷേ കഴിഞ്ഞ 20 വർഷമായിട്ട് കണ്ണൂരുമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ ബിസിനസ് മേഖല ഏതാണ്? ഞാൻ ആക്ച്വലി 2000 മുതൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗ് രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോഴും ആ കമ്പനി ഉണ്ട്. പക്ഷെ അവിടെ നിന്നാണ് BNI കുറിച്ച് അറിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഇതുപോലെ ഓർഗനൈസേഷനിലുണ്ട്, ഇത് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർക്കും സൊസൈറ്റിക്കും നല്ലൊരു ഓർഗനൈസേഷൻ എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത BNI ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഒരു വർഷം ഇന്ത്യയിൽ മാത്രം, സാർ നേരത്തെ ചോദിച്ചു എത്ര ചെയ്യുന്നുണ്ടെന്ന്, ഇന്ത്യയിൽ മാത്രം 46,000 കോടിയാണ് 12 മാസം ഒരു വർഷം BNI മെമ്പേഴ്സ് പരസ്പരം ബിസിനസ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും ലോകത്തുള്ള ഓപ്പൺ മാർക്കറ്റിന് പുറമേയുള്ള എമൗണ്ട് ആണ് ഈ പറയുന്നത്. നിങ്ങൾ അത് ഓപ്പൺ മാർക്കറ്റിൽ ചെയ്യുന്ന ബിസിനസ് കൂടി കൂട്ടിയാണോ? മാത്രം ബിസിനസ് വേറെ ഉണ്ട്, വേറെ നടക്കുന്ന ബിസിനസ് ഇതിനകത്ത് കൂട്ടുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന BNI മെമ്പേഴ്സ് ചെയ്യുന്ന ബിസിനസ് അത് നോക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 80ഓളം രാജ്യങ്ങളുടെ GDP-നെക്കാട്ടും കൂടുതലായിരിക്കും BNI മെമ്പേഴ്സ് മാത്രം ചെയ്യുന്ന ബിസിനസ്. അപ്പം ആ രീതിയിലാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ 40 വർഷമായിട്ട് സ്റ്റഡി ആയിട്ട് BNI എന്നുള്ള ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ഗ്രോ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് ഈ സിസ്റ്റം ചെയ്യുന്നത് കൊണ്ടും ഈ മെമ്പേഴ്സിൻ്റെ നല്ല നല്ല കാര്യങ്ങൾ അവരെ ഏറ്റവും നന്നായിട്ട് മോൾഡ് ചെയ്തിട്ട് അവരെ ഏറ്റവും നന്നായിട്ട് അവർക്ക് ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ പോകുന്നത്. നിങ്ങൾ മീറ്റിങ്ങുകൾക്കൊക്കെ പോകാറില്ലേ? എല്ലാ മീറ്റിങ്ങിനും പോകും. ഈ അതിരാവിലെ വിളിച്ചാൽ എങ്ങനെ പരിപാടി നടക്കുമോ? പോക്ക് അതൊരു ലൈഫിന്റെ ഭാഗമായില്ലേ? എത്ര മണിക്കാണ് ശരിക്കും മീറ്റിംഗ് തുടങ്ങാറ്? നമ്മളൊരു 7 മണിക്ക് 7:15 എത്തണം. 7:55 മീറ്റിംഗിന്റെ തുടങ്ങും. 8 മണിക്ക് 7:15 എത്തുന്നത്. നമ്മൾ പരസ്പരം സംസാരിക്കാൻ ഞങ്ങളെ പ്രശ്നങ്ങളോ വിഷമങ്ങളോ അതിനാണ് ഈ സമയം കാണുന്നത്. ഈ മീറ്റിംഗിൽ എങ്ങനെയാണ് ഉപദേശങ്ങളാണോ നിർദ്ദേശങ്ങളാണോ? അതൊരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് പോകുന്നത്. ഇല്ല, കാരണം ഒരു 30 സെക്കൻഡ്സ് പ്രസന്റേഷൻ ഉണ്ട്. അതിനകത്ത് പറയാൻ പോകുന്നത് എൻ്റെ അടുത്ത ആഴ്ചത്തേക്കുള്ള എൻ്റെ ഓഫറുകളും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പരസ്പരം, മൗത്ത് ടു മൗത്ത്. എണീറ്റ് പറയും അടുത്ത ഈ ആഴ്ച എനിക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അടുത്ത 2 ആഴ്ച എന്താണ് എൻ്റെ ഷോപ്പിൽ നടക്കാൻ പോകുന്ന ഓഫർ, അല്ലെങ്കിൽ എന്താണ് മെമ്പേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഉള്ളത് പറയും. അത് കഴിഞ്ഞ പിന്നെ ആദ്യം രജിസ്റ്റർ സ്ലോട്ട് വരും. ഒരു മെമ്പർ എല്ലാ ആഴ്ചയും നമുക്കൊരു രജിസ്റ്റർ സ്ലോട്ട് എന്ന് പറയാം. അവർ എന്തെങ്കിലും കാലിക പ്രസക്തിയുള്ള ഒരു സംഗതി എടുത്തിട്ട് അതിനെക്കുറിച്ച് 5 മിനിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2 പേർക്ക് ഫ്യൂച്ചർ പ്രസൻറ്റേഷൻ എന്ന് പറയും, 8 മിനിറ്റ് ഉണ്ടാവും. അയാൾക്ക് അയാളുടെ ബിസിനസ് തുടങ്ങിയതും അയാളുടെ ബിസിനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് അയാൾ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു അതിൻ്റെ വിത്ത് വീഡിയോ അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ഈ മെമ്പേഴ്സിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ബിസിനസ് ഇതാണ്, എൻ്റെ ഫ്യൂച്ചർ ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ ചെല്ലാനുള്ള ഒരു മാസത്തിൽ എത്ര മീറ്റിംഗ് ഉണ്ടാവും? എല്ലാ വെള്ളിയാഴ്ചയും. അപ്പൊ 4 മീറ്റിംഗ്. ഈ 4 മീറ്റിംഗിൽ അടുത്ത ആഴ്ചത്തേക്കുള്ള നിങ്ങളുടെ പ്രോഗ്രാംസ് മുഴുവൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അതാണ് പറയാം. പൊതു വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? അതിനുശേഷം ഒന്നുകൂടി പറയാനുണ്ട്. പിന്നെ വീണ്ടും നമുക്കൊരു സമയം കിട്ടും. ആദ്യം ഫസ്റ്റ് 30 സെക്കൻഡ്സ് എഡ്ജ് സ്ലോട്ട്, 30 സെക്കൻഡ്സ് ഫ്യൂച്ചർ പ്രസന്റേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളൊരു സമയം എന്നുള്ളത് പറയുന്നത് ഞങ്ങൾക്ക് ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച എനിക്ക് എത്ര ബിസിനസ് കിട്ടി, ഞാൻ എത്ര റെഫറൽ കൊടുത്തു, ഞാൻ എത്ര നിങ്ങൾക്ക് ബിസിനസ് തന്നു, അത് വായിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ബിസിനസ്സും ഞാൻ കൊടുത്ത ബിസിനസ്സും ഞാൻ വായിക്കണം. അങ്ങനെ എല്ലാവരും വായിക്കും. ഇതാണ് അതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്ന മീറ്റിംഗിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് പിരിയും. ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിച്ച്. ഇതിൽ രാവിലെ നടക്കുന്നതിൽ മെമ്പേഴ്സ് മാത്രമല്ല, കുറേ വിസിറ്റേഴ്സ് വരും.
അവർക്ക് പരസ്പരം പരിചയപ്പെടാനും കഴിഞ്ഞ ആഴ്ചകൾ എന്തൊക്കെ നടന്നു, പോസിറ്റീവായിട്ട് എന്തൊക്കെ നടന്നു, അതുകൊണ്ട് നിങ്ങളുടെ മീറ്റിംഗ് വാച്ച് ചെയ്യാൻ ആൾ വരും, അതിന് പെർമിഷൻ കൊടുക്കും. അതെങ്ങനെയാണ് അതിന് അനുമതി കൊടുക്കുന്നത്? അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അല്ല, ഇപ്പം 20 പേരായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് 50 ആകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വിസിറ്റേഴ്സ് വന്ന് ജോയിൻ ചെയ്യുന്നതാണ്. അല്ല, വിസിറ്റേഴ്സ് വരുമ്പോൾ അവര് നിങ്ങൾ ആ മീറ്റിംഗ് ഫീസ് മാത്രമേ നമ്മൾ വാങ്ങിക്കുള്ളൂ. അവർക്ക് വന്നിരുന്നത് കേൾക്കാം. നിങ്ങൾക്കും കേൾക്കാം. മേയർ വന്നിട്ടുണ്ട്, കോർപ്പറേഷൻ മേയർ വന്നിട്ടുണ്ട്, ഫുൾ ടൈം ഇരുന്ന് കേട്ടിട്ടുണ്ട്, MLA വരുന്നുണ്ട്. കാരണം ഇത് അറിഞ്ഞ് പൊതുജനങ്ങളും പഞ്ചായത്ത് ചെയർമാനും മുനിസിപ്പൽ ചെയർമാനും ഇവരൊക്കെ വരുന്നുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ കച്ചവടക്കാരായി മാറും. കച്ചവടക്കാരായിട്ടല്ല. കോഴിക്കോട് ജില്ലാ കളക്ടർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എമർജൻസി സിറ്റുവേഷനിൽ പോലും എൻ്റെ ഓഫീസേഴ്സിനെ വിളിച്ചാൽ രാവിലെ ഈ സമയത്ത് ആരും എത്തൂല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 8 മണിക്ക്. പിന്നെ നിങ്ങളിങ്ങനെ വരാതിരുന്നിട്ട് കാര്യമില്ല. 4 പ്രാവശ്യം വന്ന് നിങ്ങൾ മെമ്പർഷിപ്പ് ഔട്ടാണ്. 4 പ്രാവശ്യം വന്നില്ലെങ്കിൽ ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എനിക്കൊരു ബിസിനസ് തരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വരുന്നത്. നിങ്ങൾ വരുന്നില്ല, അപ്പം എനിക്ക് എൻ്റെ ബിസിനസ് തരിക. അതേപോലെ നിങ്ങളൊരു ആവശ്യം എനിക്കുണ്ട്, നിങ്ങൾ വരുന്നത്, നിങ്ങൾ എങ്ങനെ ബിസിനസ് ഏൽപ്പിക്കുക? നിങ്ങൾ മര്യാദയ്ക്ക് വരാത്തൊരു മനുഷ്യനെ ഞാൻ എങ്ങനെ ബിസിനസ് ഏൽപ്പിക്കുക? ഷിജുനാണ് വേണ്ടത്, എനിക്ക് വേണ്ടപ്പെട്ട അച്ചടക്കം, ഡിസിപ്ലിൻ പക്കാണ്. എല്ലാം എല്ലാവർക്കും പറ്റൂല, എല്ലാ ബിസിനസ്സുകാർക്കും പറ്റൂല, എല്ലാ രാഷ്ട്രീയക്കാർക്കും പറ്റൂല, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മാത്രമേ ഈ പണി നടക്കൂ, രാഷ്ട്രീയക്കാർക്ക് പറ്റൂല. യെസ്. അപ്പോൾ വലിയ നല്ല രസമുള്ള ഒരു എപ്പിസോഡിലെ ചർച്ചയാണ് നടന്നത്. കാരണം BNI ഇങ്ങനെ മെല്ലെ മെല്ലെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇതെന്താണ് ഈ സാധനം എന്ന് നേർരേഖയും കുറച്ച് കാലമായി അന്വേഷിക്കുന്നു. ഒടുവിൽ അവരെ കണ്ടെത്തിയിരിക്കുന്നു. അവരെ നമ്മുടെ ചുറ്റിലുണ്ട്. അവർ പല ആളുകളും നമ്മുടെ സൗഹൃദത്തിൽ, ഇപ്പോൾ തലശ്ശേരി തന്നെ എൻ്റെ സൗഹൃദത്തിൽ നല്ലൊരു വിഭാഗവും ഞങ്ങൾ BNI മീറ്റിങ്ങിന് പോകാതെ, ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വൈകുന്നേരം ഏതെങ്കിലും ക്ലബ്ബിലെ ലയൺസ്, റോട്ടറി, JCI അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഘടനാ സംവിധാനമാണ് ഇതും എന്നാണ് ധരിച്ചിരുന്നത്. പക്ഷേ വ്യത്യസ്തമാണ് ഇവരുടെ സംഘടന. ഒന്ന് അതിരാവിലെ എഴുന്നേറ്റ് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ സംഭവമാണ്. അതൊരു ഒത്തുകൂടൽ പാർട്ടിയല്ല. ഏറ്റവും രസകരമായി എങ്ങനെ വ്യാപാരം ചെയ്യാം, എങ്ങനെ ബിസിനസ് ചെയ്യാം, സ്വസ്ഥമായി സമാധാനമായി സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം. അതിന് പണം ഒരു പ്രധാന ഘടകമാണ്. ആ പണം എങ്ങനെ ഏൺ ചെയ്യാം, ആ പണം ഏൺ ചെയ്യുന്നത് വലിയൊരു സാഹസമല്ലാതാക്കി മാറ്റാനുള്ള ഒരു എളുപ്പ ക്രിയയാണ് BNI എന്ന് ഈ കുറച്ച് സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്കും വെക്കാനുള്ളത്. നിങ്ങളും അന്വേഷിക്കണം തൊട്ടടുത്ത് എവിടെയാണ് BNI. ഒരു ദിവസം നിങ്ങൾ പോകണം BNIയിലേക്ക്. അതിരാവിലെ മീറ്റിംഗ് നടത്തുന്ന ഒരു പ്രസ്ഥാനം. നമ്മളെല്ലാ മീറ്റിങ്ങുകളും വൈകുന്നേരമാണ്. അതിരാവിലെ നമ്മൾ കാണുന്നത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതാണ്, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതാണ്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ജിംനാസ്റ്റിക്കിൽ പോകുന്നതാണ്. അതിന് അപ്പുറത്തേക്ക് ബിസിനസ് ചെയ്യാൻ അതിരാവിലെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിരിക്കണം. കുറച്ച് സമയം നമുക്കും ആകാം ഒരു ബിസിനസ്സുകാരൻ, നമുക്കും കാണാം ആകാശത്തോളം സ്വപ്നങ്ങൾ. അത്രേ നേർരേഖയ്ക്ക് പറയാനുള്ളൂ. പങ്കെടുത്ത 3 പേർക്കും പ്രേക്ഷകർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.